നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് 2018 സുപ്രീം കോടതി വിധി വന്നപ്പോൾ സ്ത്രീ പ്രവേശനം ഉറപ്പാക്കുന്നതിന് വേണ്ടി പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം തന്നെ. അന്ന് അതിന് കൂട്ടുനിന്നത് SNDPO ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരാണ്. അന്ന് ഇതിനായി വനിതാ മുതൽ തീർത്തത് നമുക്ക് ഓർമ്മയുണ്ട്. എത്ര കോടിയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചതെന്നുള്ളത് പോലും നമുക്കറിയില്ല. കൂടാതെ അന്നൊരു നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും ഇതിൻ്റെ ചെയർമാനായി വെള്ളാപ്പള്ളി നടേശനെ നിയോഗിക്കുകയും KPMS നേതാവ് പുന്നല ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരെയൊക്കെ തന്നെ അന്ന് ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കാലം കഴിഞ്ഞു പോയി. ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ CPMന് വലിയ തോതിലുള്ള തിരിച്ചടി അയ്യപ്പൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും പുനഃപരിശോധന ഹർജി പരിഗണിക്കുമ്പോൾ വെള്ളാപ്പള്ളി ടേൺ അടിച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത് വനിതാ പ്രവേശനം പാടില്ല എന്നാണ്. വനിതാ പ്രവേശനം അനുവദിക്കരുതേ എന്നാണ് തൻ്റെ ആഗ്രഹമെന്ന പ്രാർത്ഥനയെ നോക്കുകയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെള്ളാപ്പള്ളി നടേശനാണ് കുറേ കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊതുജന മധ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളിയുടെ മാത്രം ന്യായങ്ങളാണെന്ന് പറയാൻ കഴിയുകയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് കുറേ നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഈ ദൈവവിശ്വാസിയാണെന്ന് വരെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നുവെങ്കിലും പിണറായി അക്കാര്യം എതിർക്കാനോ അതല്ലെങ്കിൽ ശരിവയ്ക്കാനോ തയ്യാറായിട്ടും ഇല്ലായിരുന്നു. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം NSSൻ്റെ നിലപാടാണ്. 2018 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ചത് ഒരു സംശയമില്ല NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ തന്നെയായിരുന്നു. നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള നിരവധി പ്രതിഷേധങ്ങൾ അവർ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല സുപ്രീം കോടതിയെ സമീപിക്കാൻ ധൈര്യം കാണിച്ച കേരളത്തിലെ അപൂർവം സമുദായ നേതാക്കളിൽ ഒരാളായിരുന്നു G. സുകുമാരൻ നായർ. എന്നാൽ G. സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ടത്തെ പോലെ അത്ര ശക്തിയോടുകൂടിയല്ല അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നാണ്. ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു G. സുകുമാരൻ നായർ. NSSും SNDPയും എല്ലാം അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായിക്കൊപ്പം തന്നെ നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന തീവട്ടിക്കൊള്ളയെക്കുറിച്ചുള്ള കഥകൾ ഈ രണ്ട് സമുദായ നേതാക്കളെയും അമ്പരപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ അക്കാര്യത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ രണ്ടുപേർക്കും വന്നിട്ടുള്ളത്. ഏതായാലും ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ നവോത്ഥാന സമിതിയിൽ തന്നെയുള്ള മറ്റു ചില സമുദായ നേതാക്കൾക്ക് സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടിനോട് യോജിപ്പില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. ഈ സംഘടനകൾ പറയുന്നത് സർക്കാരിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട്, അതായത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ശബരിമല പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാട് മാറ്റുന്നത് ശരിയായൊരു രീതിയല്ല, അത് മര്യാദയല്ല എന്നാണ്. ഇന്നത്തെ ജെൻഡർ ഇക്വാളിറ്റിയുടെയൊക്കെ കാലത്ത് ഇങ്ങനെ നിലപാട് മാറ്റി പറയുന്നത് ഒരു ശരിയായ നടപടി ആയിരിക്കില്ല എന്ന്, അത് തങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ചില സമുദായ നേതാക്കളുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പ കോപം തന്നെയാണ് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ എല്ലാവരെയും കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിക്കുന്നതെന്ന് വേണം പറയാൻ.